അങ്ങനെ വാലന്റൈൻസ് ഡേ ആയി. ഈ കാണുന്നതാണ് ദുബായിലെ പ്രോമിസ് ബ്രിഡ്ജ്. ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. 7 കൊല്ലം മുമ്പ് 2018 വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് ദുബായിൽ ഈ ഒരു ബ്രിഡ്ജ് വന്നത്. ഈ കാണുന്ന പോലെ പാലത്തിന്റെ 2 വശത്തായിട്ടും 10,000-കണക്കിന് താളുകളാണ് ഇട്ട് പൂട്ടിയേക്കുന്നത്. ഇതെല്ലാം പല സമയങ്ങളിൽ പലരും വന്ന് പൂട്ടിയതാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ പൂട്ടുന്നത്? ഇതിൽ ഒരുപാട് പേരുടെ ഓർമ്മകളും ഇമോഷൻസും എല്ലാം ഉണ്ട്. ഓരോരുത്തരുടെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും സുഹൃത്ത് ബന്ധത്തിന്റെയും കഥകളാണ് ഈ പൂട്ടിയിട്ടേക്കുന്നത്. നമ്മൾ സ്നേഹിക്കുന്ന ആളോടൊപ്പമോ പങ്കാളിയോടൊപ്പമോ പോയി പേരെഴുതി, അല്ലെങ്കിൽ നമ്മൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം അതിലെഴുതി അത് ലോക്ക് ചെയ്ത് അതിന് താക്കോല് ആ ഒരു തടാകത്തിലോട്ട് എറിയുമ്പോൾ നമ്മളിലേക്ക് അത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ആയുഷ്കാലത്തേക്ക് നമ്മോടൊപ്പം ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ ഒരു കഥ. വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ പാരീസിൽ ഒരു യുവാവും ഒരു യുവതിയും ഒരു പാലത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടുന്ന് അവർ സുഹൃത്തുക്കളാവുകയും മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ പാലത്തിൽ ഇവർ രണ്ടുപേരും തിരിച്ചു വരികയും ഈ പങ്കാളി എന്നോടൊപ്പം ആയുഷ്കാലം ഒരുമിച്ചുണ്ടാവണം എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് രണ്ടുപേരുടെയും പേര് ഒരു താഴിൽ എഴുതുകയും താഴ് പൂട്ടി അതിന് താക്കോല് ആ ഒരു പുഴയിലേക്ക് എറിയുകയും ചെയ്യുന്നു. പിന്നീട് അതേ പാലത്തിൽ ഇത് പലരും ചെയ്യുകയും അങ്ങനെ അതൊരു പ്രോമിസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു ലോക്ക് ബ്രിഡ്ജ് എന്നുള്ള പേര് വരികയും ചെയ്തു. സംഭവം പാരീസിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് UK-ലോട്ടും ജർമ്മനിയിലോട്ടും ദുബായിലോട്ടും വന്നിട്ടുണ്ട്. ദുബായിലെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കവനീജിലുള്ള ലാസ്റ്റ് എക്സിറ്റിലാണ്. അപ്പോൾ ഇനി പോകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേരെഴുതി താക്കോല് പൂട്ടിയിടാനുള്ള സ്ഥലം അവിടെ മിച്ചമുണ്ട് കേട്ടോ. അതേപോലെ ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പോയി നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ പോയവരുണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ.